സോ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ പേര് 3D മോഡിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ 3D മോഡിൽ ചെയ്യാനായിട്ട് കുറേ പേര് ഫ്യൂഷൻ 360 ആയിരിക്കും യൂസ് ചെയ്യുക. സോ ഇത് വെച്ച് യൂസ് ചെയ്യുന്നവർ ഒരുവിധം എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തരാം. ആ ലിങ്കിൽ പോയിട്ട് ജസ്റ്റ് കൊമേഴ്ഷ്യൽ യൂസിനുള്ളത്, പേഴ്സണൽ യൂസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് പോയി ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് അടിക്കേണ്ട, നമ്മുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം അടിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വരുന്നത് ഓപ്പൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വേറൊരു ഡൗൺലോഡ് ഉണ്ടാവും. ലൈക്ക് സിസ്റ്റത്തിലേക്ക് ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഡൗൺലോഡ് കാണും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ലോഗിൻ കാണാം. ഒരു ഓട്ടോഡെസ്ക് ഐ ഡിയും ഒരു പാസ്വേഡും ഉണ്ടാവും. ആ ഒരു രണ്ട് സാധനം വെച്ചിട്ട് ഒന്ന് ലോഗിൻ ചെയ്യണം. ഇത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഫ്യൂഷൻ 360യുടെ ബേസിക് ഇൻ്റർഫേസ് ആണിത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് സെമ്മിൽ പഠിച്ച ഗ്രാഫിക്സിൻ്റെ ഒരു ബേസിക്സിലാണ്. സോ ഈ ഒരു ഗ്രാഫിക്സിൻ്റെ ബേസിക് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോ പ്ലെയിൻ അനുസരിച്ചാണ് ഓരോന്ന് കൺസ്ട്രക്ട് ചെയ്യുക. അതായത് ഓരോ പ്ലെയിൻ നമുക്ക് ആദ്യം ഒരു ബേസ് ഡിസൈൻ ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും ലാസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളത്. നമ്മളപ്പോൾ ഗ്രാഫിക്സിൽ പഠിച്ച പോലെ അതിൻ്റെ ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സോ ആ ഒരു ബേസിക് ഫോമിലോട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഡിസൈനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു ക്യൂബാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്യൂബ്, അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ടൊരു ഹോളും വേണം, അത് ഒരു സ്ക്വയറിൻ്റെ വലുപ്പത്തിൽ. സോ 10 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ക്യൂബ് ഞാൻ ഉണ്ടാക്കുന്നു. ആ ഒരു ക്യൂബ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് 5 സെൻറ്റിമീറ്റർ സൈഡ് വരുന്ന ഒരു സ്ക്വയർ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കുന്നു. ബേസിക് ഐഡിയ ഇതാണ് എൻ്റെ. സോ ഞാനതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. സോ എനിക്ക് വേണ്ടത് ടോപ്പ് വ്യൂ ആണ്. ലൈക്ക് ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്വയർ ടോപ്പ് വ്യൂ എന്നുള്ള ഒരു വ്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലോട്ട് പോകുന്നു. ടോപ്പ് വ്യൂ എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് വ്യൂവിലായിരിക്കും ക്രിയേറ്റ് ആവുക. സോ ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ക്രിയേറ്റ് സ്കെച്ച് എന്ന് പറഞ്ഞ് ഒരു ടാബ് എടുക്കും. സോ ക്രിയേറ്റ് സ്കെച്ച് എന്ന് പറയുന്ന ആ ഒരു ടൂൾ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലെയിനിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് ആ ഒരു പ്ലെയിനിൽ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടോപ്പ് വ്യൂവിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മളൊരു പേപ്പറിൽ വരച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് സ്കെച്ച് കൊടുത്ത് ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ വരുന്ന സ്കെച്ച് മുഴുവൻ ടോപ്പ് വ്യൂവിലായിരിക്കും നമ്മൾ ചെയ്യുക. സോ എനിക്ക് വേണ്ടത് ഒരു സ്ക്വയറാണ്. ഇപ്പോൾ ടോപ്പ് വ്യൂവിൽ നിന്ന് നമ്മളൊരു ക്യൂബിനെ നോക്കി കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ ആയിരിക്കും. സോ ബേസിക്കലി ഞാനിവിടെ ഒരു 2 പോയിൻറ്റ് റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ റെക്റ്റാങ്കിൾസിൽ പോയി കഴിഞ്ഞാൽ സെൻറ്റർ റെക്റ്റാങ്കിൾ ഉണ്ട്, 2 പോയിൻറ്റ് റെക്റ്റാങ്കിൾ ഉണ്ട്, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂള് നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും. സോ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സെൻറ്റർ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഇതായിരിക്കും അതിൻ്റെ 0 പോയിൻറ്റ്. അപ്പോൾ ഞാനിവിടെ സെൻറ്ററിൽ വയ്ക്കുക. എനിക്ക് വേണ്ട സൈസ് ഇതിൻ്റെ അകത്തിപ്പോൾ നിങ്ങൾക്ക് ഏത് ഡയമെൻഷനാണോ, ഇപ്പോൾ സെൻറ്റിമീറ്റേഴ്സ് ആണോ, മീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ, അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് ആ മെൻഷൻ ചെയ്ത് പോവുക. ലൈക്ക് ഇപ്പോൾ മില്ലിമീറ്ററിലാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഇപ്പോൾ എനിക്ക് 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറാണ് വേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സോ 10 സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് വരുന്ന കഴിയുമ്പോൾ എത്ര വരും? 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 100 മില്ലിമീറ്റർ ആയിരിക്കും നമ്മുടെ സ്ക്വയറിൻ്റെ വലിപ്പം വരിക. അല്ലെങ്കിൽ 10 cm എന്നടിച്ചു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി അത് കൺവേർട്ട് ആയിക്കോളും. സോ അതുപോലെ തന്നെ ഇപ്പുറ സൈഡും എനിക്ക് അതേ സെയിം ഡയമെൻഷനാണ് വേണ്ടത്. സോ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ എനിക്ക് വേറെ ഒരു റെക്റ്റാങ്കിൾ, അത് 5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയറാണ് ഇനി എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ അതും ഇതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ക്വയർ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. സോ ഇത് ഞാനിപ്പോൾ ആദ്യം 10 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ ഞാൻ ഫിനിഷ് സ്കെച്ച് കൊടുക്കുന്നു. ആ ഒരു പണി ഞാൻ കഴിഞ്ഞു.
ഇനി എനിക്ക് ഈ സ്ക്വയർ, ഈ ടോപ്പ് വ്യൂയിലുള്ള ഈ ഒരു സ്ക്വയറിനെ നമുക്കൊരു ക്യൂബാണ് ആക്കി മാറ്റേണ്ടത്. സോ ഞാൻ ഈ ഒരു ഫേസ്, അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ഈ വരച്ചെടുത്ത ആ ഒരു നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ, ആ ഒരു സംഭവം, ആ ഒരു ഫേസ്, ആ ഒരു സർഫസ് ഞാൻ സെലക്ട് ചെയ്യുന്നു. സോ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്രിയേറ്റ് സ്കെച്ചിൻ്റെ തൊട്ടിപ്പുറയായിട്ട് എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. സോ എക്സ്ട്രൂഡ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സർഫസാണ്. അതായത് ഇപ്പോൾ നമുക്ക് വലിച്ചു നീട്ടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു സർഫസ് എനിക്ക് സി ഡയറക്ഷൻ, അതായത് ഇസഡ് ഡയറക്ഷനിലോട്ട് അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലോട്ട് എനിക്ക് എന്താണ് മുകളിലോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക, ആ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. സോ ഞാനിവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആരോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ആ ഒരു നിങ്ങൾക്ക് വേണ്ട ഡയമെൻഷൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ 100 എന്നുള്ള ഒരു വാല്യൂ കൊടുക്കുന്നു, അതായത് 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ, അത് നമ്മുടെ ക്യൂബ് ആയിട്ടുണ്ട്. ഇത് ന്യൂ ബോഡി ആണെന്ന് ഉറപ്പ് വരുത്തുക. ന്യൂ ബോഡി അല്ലെങ്കിൽ ഉള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ന്യൂ ബോഡി, ജോയിന്റ്, കട്ട്, ഇന്റർസെക്ഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ന്യൂ ബോഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അതൊരു പുതിയ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അതല്ല നിങ്ങളിപ്പോൾ ജോയിൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഞാനിപ്പോൾ വേറൊരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനോടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു സ്ക്വയർ ചെയ്തിട്ട് ജോയിൻ കൊടുത്ത് ആണ് ഈ ഒരു ബോഡി ഉണ്ടാക്കുന്നതെങ്കിൽ, അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് ബോഡിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതൊരൊറ്റ ബോഡി ആയിട്ടായിരിക്കും ക്രിയേറ്റ് ആകും. സോ നിങ്ങളിപ്പോൾ അങ്ങനെ രണ്ടും ജോയിൻ്റ് ആക്കിയുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഒരു ഹാൻഡിലൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമുക്കൊരു ജോയിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അതേസമയം നമ്മളിപ്പോൾ ഒരു കുറേ ബ്ലോക്സ് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്സ് കണക്കൊക്കെ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി ന്യൂ ബോഡി അല്ലെങ്കിൽ ന്യൂ കോമ്പണൻസ് വെച്ചിട്ടായിരിക്കും ചെയ്യുക. അതേസമയം നിങ്ങളിപ്പോൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു എക്സാമ്പിളിൽ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അടിയിലോട്ട് കട്ട് ചെയ്ത് കളയുക. ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോകും. അപ്പോൾ സോ നമ്മളവിടെ കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ചെയ്യുക. സോ ഇപ്പം ഞാൻ ന്യൂ ബോഡിയാണ് ചെയ്യുക. സോ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബോഡി, അതായത് 3 ഡയമെൻഷൻ ഒബ്ജക്റ്റ് നമുക്ക് ക്രിയേറ്റ് ആയി. സോ ഇനി എനിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള. സോ ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഈ സർഫസ്, അതായത് നമ്മൾ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു സർഫസ് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ വരച്ച് എക്സ്ട്രൂഡ് ചെയ്ത് കട്ട് ചെയ്യാം. അതല്ല ഇപ്പോൾ എനിക്ക് ഈ ഒരു സർഫസിലാണ് സ്കെച്ച് ക്രിയേറ്റ് ചെയ്ത് കട്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ആ സർഫസിൽ ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് സ്കെച്ച് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഇപ്പം നിങ്ങൾ ഈ വരയ്ക്കുന്നതിൻ്റെ ഈ ഒരു നമ്മുടെ എന്ത് പറയാം, ഈ ഒരു ഫേസിലായിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ആവുക, അല്ലെങ്കിൽ ഈ ഒരു ക്യൂബിൻ്റെ ഈ ഒരു സർഫസ്, ടോപ്പ് സർഫസിലായിരിക്കും ക്രിയേറ്റ് ആവുക. സോ ഇവിടെ ഞാനിപ്പോൾ വീണ്ടും റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ തവണ ഒരു സർക്കിൾ ആക്കാം. സർക്കിൾ സെൻറ്റർ ഡയമീറ്റർ സർക്കിൾ എടുക്കുന്നു. ഇതെനിക്കൊരു 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 50 mm വരും. അപ്പോൾ ആ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു, ഫിനിഷ് കൊടുക്കുന്നു. ഇപ്പം നമുക്കിവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഞാൻ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു, അതായത് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ആരോ കീ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 100 cm എന്ന് പറഞ്ഞ് അടിച്ചിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു അടിയിലത്തെ സർഫസ് വരെ മതി, അത്രയും ഒരു കട്ടിങ് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സർഫസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു സർഫസ് വരെയുള്ള പോർഷൻ ആയിരിക്കും കട്ട് ചെയ്തെടുക്കുക. സോ ഇവിടെ കട്ടാണെന്ന് ഉറപ്പ് വരുത്തുക. കട്ടാണ് കിടക്കുന്നതെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗം കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെൻറ്ററിലൊരു ഹോളുള്ളൊരു സാധനം, അതായത് ഒരു 3D ഒബ്ജക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ആവശ്യമുള്ള ടൂൾസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു സാധനം ഹോളായിട്ടൊന്ന് മൂവ് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബോഡി ഹോളായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ ഈ മൂവ് എന്ന് പറയുന്ന ടൂൾ വെച്ചിട്ട് മൂവ് ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ, ഈ ഒരു സർക്കിൾ വെച്ച് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഈ ഒരു സർഫസ് നിങ്ങൾക്കിപ്പോൾ കർവ് ചെയ്യണം, ഈ ഒരു എഡ്ജ് നിങ്ങൾക്ക് കർവ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വരികയാണ്. ഈ ഒരു എഡ്ജ്, ഈ ടോപ്പ് എഡ്ജസ് എല്ലാം നിങ്ങൾ ഒന്ന് കർവ് ചെയ്യാൻ പോവാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഈ നാല് എഡ്ജസും നമ്മൾ കൺട്രോൾ ഞെക്കി പിടിച്ച് സെലക്ട് ചെയ്യുക.
കൺട്രോൾ ഞെക്കി പിടിച്ച് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ പ്ലീറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എഡ്ജ് കർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ എത്ര വേണം, അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് സെറ്റ് ചെയ്യുക. അതായത് എത്ര കർവ് ഡയമീറ്റർ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് അതിന് ആവശ്യമുള്ള രീതിയിൽ കർവ് ചെയ്തെടുക്കാം. ഇനി ചിലർക്ക് ആവശ്യം ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ കോമ്പണൻസ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻസേർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒരു ക്യാൻവാസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു മോഡൽ അനുസരിച്ച്, അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിസൈൻ ഹാൻഡ് ഡ്രോൺ ഡിസൈൻ ഉണ്ടായിരിക്കും, ആ ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊരു ഇടയ്ക്കൊരു ഇമേജ് ആഡ് ചെയ്യണം, അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഈ ഒരു ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് ചിലർക്ക് കുറച്ച് കോമ്പണൻസ് ആയിരിക്കും ആഡ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻസേർട്ട് എം സി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കോമ്പണൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ടിൻ്റെ അകത്ത് തന്നെ. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ ഇതായിരിക്കും ആ ഒരു വിൻഡോ. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് കോമ്പണൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടും. സോ ഇപ്പോൾ വീലാണെങ്കിലും അങ്ങനത്തെ ത്രെഡ്സ്, നമ്മുടെ സ്ക്രൂ ത്രെഡ്സ് ആണെങ്കിലും സ്ക്രൂ ആണെങ്കിലും അല്ലെങ്കിൽ ബോൾട്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും. പക്ഷേ ഇലക്ട്രോണിക് കോമ്പണൻസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തൊന്നും കിട്ടത്തില്ല. സോ അതൊന്ന് നോട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ അതല്ല, നിങ്ങൾക്കിപ്പോൾ കുറച്ച് നിങ്ങൾക്ക് വേറൊരു മോഡൽ ഇതിൻ്റെ അകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇൻസേർട്ടിൻ്റെ അകത്ത് വന്നിട്ട് നമ്മുടെ ഇൻസേർട്ട് മെഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് മെഷ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫോർമാറ്റ് മെഷ് അല്ലെങ്കിൽ ഒരു മെഷ് ഫോർമാറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന ഇത്ര ഓപ്ഷൻ ഉണ്ട്, HTML, OBJ അല്ലെങ്കിൽ 3MF, ഇങ്ങനത്തെ ഫോർമാറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇമ്പോർട്ട് ചെയ്യാം. എൻ്റെ കയ്യിലാണെങ്കിൽ ഓക്കെ, എൻ്റെ കയ്യിലൊരു OBJ ഒബ്ജക്റ്റ് ഉണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ തൽക്കാലം പ്രൊജക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് ഇതൊക്കെയായിരിക്കും. ഇനി ആനിമേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്ചറിങ് ചെയ്യണം, കുറച്ച് സാധനങ്ങൾ ടെക്സ്ചർ ചെയ്യണമെങ്കിൽ സോ ഇതാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ചെയ്ത ഡിസൈൻ. സോ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറേ സാധനങ്ങൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്, അതായത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലിലോട്ട് ഞാനിത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ റെൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ റെൻഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓവറോൾ ഇത് ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വീല് സെലക്ട് ചെയ്തിട്ട് അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു അപ്പിയറൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും, ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് റബ്ബർ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. റബ്ബർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഞാൻ വീലിനിട്ടുണ്ട്. അതുപോലെ ഇനി ടോപ്പ് പോർഷനിൽ ഉള്ള ഈ ഒരു സർഫസ് എന്ന് പറയുന്ന അക്രിലിക് ഷീറ്റാണ്. താഴെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ PLA എന്ന് പറയുന്ന മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഈ മൊബൈലിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്ന ഒരു മെറ്റാലിക് ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. മുകളിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ആ ഒരു മൊബൈലാണ് തോന്നാൻ വേണ്ടി ഇട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജ് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഈ ഒരു സൈസിലോട്ട് കൺവേർട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് വേണമെങ്കിൽ റെൻഡർ ചെയ്തെടുക്കാം. ലൈക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് റെൻഡർ ചെയ്ത് ഒരു ഇമേജ് ആയിട്ട് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ മുകളിൽ വന്ന് ക്യാപ്ചർ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്യാം. അതല്ല ഇനി നിങ്ങൾക്ക് ഫുൾ മാക്സിമം ക്വാളിറ്റിയിൽ റെൻഡർ ആണ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഈ ഒരു സാധനം മാക്സിമം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജസ്റ്റ് റെൻഡർ ചെയ്യുക. റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിലുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ജസ്റ്റ് സേവ് ചെയ്താലും മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ആനിമേഷൻ ആണ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഡിസൈനിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ റെൻഡറിങ് നമ്മൾ പോയി. അതുപോലെ തന്നെ ആനിമേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഈ ഒരു ആനിമേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ എങ്ങനെയാണോ ആനിമേറ്റ് ചെയ്യേണ്ടത് അതുപോലത്തെ ഒരു ടാബ് ഉണ്ടാവും. സോ ഞാനിപ്പോൾ ആനിമേറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ഒരു ക്യാമറ ഇവിടെ സ്റ്റിറ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഈ ഒരു മൂവ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ മോഡൽ മൂവ് ചെയ്ത് വരുന്നു, അത് കുറച്ച് നേരം പോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്യാമറ മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഈ ഒരു പോർഷനിൽ ഇപ്പോൾ അടുത്തൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഇത്രയും പോർഷനിൽ നിൽക്കുകയാണ്. ഇനി ഞാനിപ്പോൾ ഇതിന് സൂം ചെയ്യുകയാണ്. ഈ സൂം ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് പോർഷനിലോട്ടാണ് വേണ്ടത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്.
ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ റൊട്ടേറ്റ് ചെയ്യണം, അതായത് ഈ ഒരു ഓപ്ഷൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ എങ്ങനെയാണോ വേണ്ടത്, അതായത് ഈ ഒരു റൊട്ടേഷനാണ് ഇപ്പോൾ വേണ്ടതെങ്കിൽ ഞാനിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ആ റൊട്ടേഷൻ അവിടെ വന്നിട്ടുണ്ടാവും, കണ്ടോ? ഇപ്പോൾ ഇവിടെ നമുക്ക് ആ റൊട്ടേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ബേസിക്കലി ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മളിപ്പോൾ മൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത്. സോ ഇതാണ് ഫ്യൂഷൻ 360യുടെ ബേസിക്സ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, പഠിക്കുന്നത് മാക്സിമം നല്ലതായിരിക്കും. ഫ്യൂഷൻ 360 എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ലെവൽ നമ്മൾ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. സോ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഫ്യൂഷൻ 360 എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് അങ്ങനെ ഒരു ഏരിയയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റിനെ ആയിരിക്കും നമ്മൾ ഈ ഫ്യൂഷൻ 360യിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ ചിലരുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും. ലൈക്ക് ഒരു ലൈറ്റ് കാണും, ഒരു വീട് കാണും, പിന്നെ ഒരു എനർജി മീറ്റർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള മൾട്ടിപ്പിൾ സാധനങ്ങൾ, ഒരു എൻവയോൺമെൻറ്റ് പോലുള്ളൊരു സംഭവമാണ് നിങ്ങൾ ഈ ഫ്യൂഷൻ 360യിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മിക്കവാറും, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിക്കവാറും ചെയ്യുന്ന ബ്ലെൻഡറിൽ നമ്മൾ ആവശ്യമുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇതുപോലത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ള, എന്നിട്ട് അതിൻ്റെ അകത്ത് ആനിമേഷൻ ചെയ്താൽ മതി. ഇനി അതല്ല ചിലർക്ക് വേണ്ടത്, അങ്ങനെയുള്ള കേസിലും ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മെയിൻ സാധനം, മെയിൻ തീം എന്ന് പറയുന്നത് ഒരു മോഡുലാർ ഡിസൈൻ ആവാനാണ് ചാൻസ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ആയിരിക്കും കൂടുതൽ ഫ്യൂഷൻ 360 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ എളുപ്പം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്യൂഷൻ 360യിലും, അതെല്ലാം നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ബേസ്ഡ് ചെയ്യാനാണ് ഉള്ളതെങ്കിൽ കൂടുതലും നമ്മുടെ ഈ ഒരു ബ്ലെൻഡർ അല്ലെങ്കിൽ ഇത് ഫ്യൂഷൻ 360യിലും ക്രിയേറ്റ് ചെയ്യാം, പക്ഷെ അത് ഇത്തിരിയും കൂടി ടാസ്ക് ആയിരിക്കും. സോ അത് ഒന്ന് നോട്ട് ചെയ്യുക. ബ്ലെൻഡറിൽ കുറച്ചും കൂടി നമുക്ക് റിലയബിൾ ആയിട്ട് മോഡലുകളും കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും.